അടുത്ത ക്വസ്റ്റ്യന് ഫൈൻഡ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് y ഈക്വൽ ടു എക്സ് ലോഗ് എക്സ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് കണ്ടത്, അതായത് d²y/dx², കേട്ടോ. അപ്പോൾ y ഈക്വൽ ടു എക്സ് ലോഗ് എക്സ് ആണ് നമ്മളുടെ ഫംഗ്ഷൻ. അപ്പോൾ എന്താണ് നമുക്കറിയാം, ഇത് എക്സിലുള്ള ഒരു ഫംഗ്ഷനാണ്, ഇത് എക്സിലുള്ള വേറൊരു ഫംഗ്ഷൻ. എന്താ ചെയ്യേണ്ടി വരിക? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ. d/dx ഓഫ് u v ഈക്വൽ ടു u ഇൻറ്റു dv/dx പ്ലസ് v ഇൻറ്റു du/dx. ഇങ്ങനെയാണ് വരിക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ dy/dx ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു d/dx ഓഫ് ലോഗ് എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പോൾ എന്താ വരിക? എക്സ് ഇൻറ്റു ലോഗ് എക്സിൻ്റെ ഡിഫറൻഷ്യൽ എന്താ? ലോഗ് എക്സിൻ്റെ ഡിഫറൻഷ്യൽ ഞാൻ പറഞ്ഞിരുന്നു 1/x ആണ്. പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡിഫറൻഷ്യൽ എന്താ? എക്സിൻ്റെ ഡിഫറൻഷ്യൽ പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞതാണ് 1 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ എക്സും ക്യാൻസൽ ചെയ്യാം. അടിയിൽ മുകളിൽ ഇൻറ്റു ആണെങ്കിലിട്ട് അങ്ങനെ ഗുണിക്കാനാണെങ്കിൽ ഇത് വെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ വെട്ടി കഴിഞ്ഞാൽ 1 ബാക്കിയത്. അപ്പോൾ 1 പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു 1, ഏതൊരു ടേമിന് 1 കൊണ്ട് ഗുണിച്ചാൽ അത് തന്നെയാണ് കിട്ടുക. അപ്പോൾ ലോഗ് എക്സ് എന്ന് കിട്ടും, 1 പ്ലസ് ലോഗ് എക്സ് എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഫസ്റ്റ് ഡിഫറൻഷ്യലാണ് ഇത്, y ഡാഷ് അല്ലെങ്കിൽ dy/dx ആണിത്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ സെക്കൻഡ് ഡിഫറൻഷ്യലാണ് കേട്ടോ, സെക്കൻഡ് ഡെറിവേറ്റീവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് പറയുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ഈ കിട്ടിയതിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ d²y/dx² എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കിട്ടിയതുണ്ടല്ലോ അതിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഡെറിവേറ്റീവിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, 1 പ്ലസ് ലോഗ് എക്സ്. അപ്പോൾ എന്താ വരിക? 1 പ്ലസ് ലോഗ് എക്സ് എന്ന് പറയുമ്പോൾ 1നും ലോഗ് എക്സും രണ്ടും സെപ്പറേറ്റ് കാണല്ലേ. 1ൻ്റെ ഡിഫറൻഷ്യൽ d/dx ഓഫ് 1 പ്ലസ് d/dx ഓഫ് ലോഗ് എക്സ്. ഓക്കെ, d/dx ഓഫ് 1 പറഞ്ഞാൽ എന്താ? 1ൻ്റെ ഡിഫറൻഷ്യൽ 0ആണ്, കോൺസ്റ്റൻ്റ് ആണല്ലോ, എക്സ് ഒന്നുമില്ല കൂടെ അല്ലേ. ലോഗ് എക്സിൻ്റെ ഡിഫറൻഷ്യൽ എന്താ? 1/x. അപ്പോൾ അതിൻ്റെ ഫൈനൽ ആൻസർ എന്താ കിട്ടുക? 0ൻ്റെ കൂടെ ഏത് കൂട്ടിയാലും അത് തന്നെയാണ് 1/x എന്ന് കിട്ടും. ഓക്കെ, ഇതിനപ്പോൾ ആൻസർ, ഫൈനൽ ആൻസർ 1/x എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻ, പാർട്ട് സിയിലെ നമ്മളുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യൻ ഇത് 7 മാർക്കിൻ്റെ തന്നെ ഒരു ക്വസ്റ്റ്യനാണ്, 7 മാർക്ക് ക്വസ്റ്റ്യനാണ് കേട്ടോ. 7 മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? y ഈക്വൽ ടു എക്സ് കോസ് എക്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് പ്രൂവ് ദാറ്റ്, തെളിയിക്കേണ്ടത് എന്താണ്? d²y/dx², അതായത് ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ കൂടെ